ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള റാഗി പുട്ടിൻ്റെ റെസിപ്പിയുമായാണ്. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് സമയം വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് തന്നെ ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് ചൂടായി നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് ഞാനിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ റാഗി പൗഡർ എല്ലാം നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചൂടെല്ലാം നന്നായി ആറിയതിന് ശേഷം വേണം നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കാൻ. അതിനായി ചൂട് നന്നായി ആറിയതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പുട്ടിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. അതിനുശേഷം ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ നിന്നും വെള്ളം അല്പാൽപ്പം ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്നിച്ച് വെള്ളം ചേർക്കാതെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്കിത് നനച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോകാൻ പാടില്ല. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഉരുണ്ടു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റാഗി പൗഡർ വീട്ടിൽ പൊടിച്ച പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് കട്ടകളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് പൾസ് ചെയ്തിട്ടാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി പുട്ടിൻ്റെ റെസിപ്പിയാണിത്. പുട്ടുപൊടിയെല്ലാം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുട്ടിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം. അതിനായി കുറച്ച് തേങ്ങ ഞാനിവിടെ ഒരു സ്റ്റീമറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലുള്ള സ്റ്റീമറിലാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഞാനൊരു 2 ടേബിൾ സ്പൂണിലധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. അങ്ങനെയാവുമ്പോൾ പുട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ പുട്ടിൻ്റെ പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പുട്ടുപൊടി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് ലിഡ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ചിലരെല്ലാം പറയും പുട്ടുപൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ടാണ് ഞാൻ കുഴച്ചെടുക്കാറ്, കാരണം പുട്ടല്ലാതെ ശരിയാവില്ല എന്നൊക്കെ. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് തന്നെ അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ റാഗി പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കവർ ചെയ്തതിന് ശേഷം കുക്കറിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ ഞാൻ ആദ്യം വെള്ളം വെച്ച് നന്നായി തിളച്ചതിന് ശേഷമാണ് ഈ സ്റ്റീമർ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ പുട്ട് ആവശ്യത്തിന് കുക്കായി കിട്ടും. ആ സമയത്ത് നമുക്കിത് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ അടുക്ക് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ ഇതേ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ആയിട്ടുള്ള റാഗി പുട്ടെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കുക. താങ്ക് യു.